ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളും വർത്തമാനങ്ങളും? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അഷീറാണ് റിച്ചസ് കിച്ചണിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടാണെങ്കിൽ എഗ്ഗ് കൊണ്ട് ഒരു മസാല ഉണ്ടാക്കാൻ പോകുക. ഒരു വെറൈറ്റിയാണ്, ഒരു ടേസ്റ്റിയാണ്, നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു 6 എഗ്ഗ് എടുത്തിട്ടുണ്ട്, ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ തക്കാളി, 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മിക്സ് മസാല, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി, കാശ്മീരി ചില്ലി, ഒരു പിഞ്ച് കുരുമുളക്, ഒരു പിഞ്ച് ജീരകപ്പൊടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, നിലക്കടല, ഉള്ളി, പൊട്ടാറ്റോ, ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്പം ഉപ്പ് ഇട്ടിങ്ങനെ വെള്ളത്തിൽ അടുപ്പത്ത് വെച്ച് എഗ്ഗ് റെഡി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കടായിലേക്ക് നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വേണ്ട, കുറഞ്ഞ ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഗരം മസാല എടുത്ത് വെച്ച ഗരം മസാല, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ആ ഗരം മസാല ഇട്ടിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മളെ ഗരം മസാല ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഉള്ളി ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഉള്ളി നല്ലോണം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ഗോൾഡൻ കളർ ഇങ്ങോട്ടായി വരട്ടെ ഫ്രൈ ആയിട്ട്. ഈ ഉള്ളി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഇതെന്ന് പറയുക, അല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഒരല്പം ഉപ്പുടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എഗ്ഗ് മസാല ഉണ്ടാക്കാനുള്ള എഗ്ഗ് കുക്കായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഫ്രൈ ആയി കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിൽക്കുകയാണെങ്കിൽ, നമ്മളെ ഇഞ്ചിയും പച്ചമുളകും ആ നിലക്കടലയിട്ടൊന്ന് ഫ്രൈ ആക്കാതെ. എടുത്തു വെച്ച ഇഞ്ചി, പച്ചമുളകും നിലക്കടലയും കൂടി ആഡ് ചെയ്യാണ്. ഇനി ഇതൊന്ന് നല്ലോണം നീല് കിടന്നില്ല, ആ പച്ചമണം മാറി കിട്ടുന്ന നേരം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഈ തക്കാളി ഇതെല്ലാം കൂടി ഇതിൽ കിടന്നിട്ട് ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പം നമ്മൾ ഇതിലിട്ട നിലക്കടല, തക്കാളി, ഇഞ്ചി, പച്ചമുളക് കുക്കായി ഇങ്ങനെ വന്ന് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്ത് വെച്ച പൊട്ടാറ്റോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ച മസാലപ്പൊടികളും. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരല്പം ചുടുവെള്ളം ഒഴിച്ചിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാക്കി വെക്കുകയും ചെയ്യാം. നമ്മളെ എഗ്ഗ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടോട്ട കുക്കായി വരുമ്പോഴത്തേക്ക് നമ്മളെ എഗ്ഗും കുക്കായി വരും. പിന്നെ കാര്യം പ്രത്യേകം പറയാനുള്ളത്, എന്ത് സാധനം നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, വെള്ളം ഒഴിക്കുന്ന നേരം ഒരു കെറ്റലിൽ വെള്ളം ഇതേപോലെ തിളപ്പിച്ച് കൊണ്ടുവെക്കുക. ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറി ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ആ ചുടുവെള്ളങ്ങൾ ഒഴിച്ചു കൊടുത്ത് കറി ഉണ്ടാക്കി വെക്കാണ്ടി. അപ്പോൾ നമുക്കിതൊന്ന് മിക്സാക്കി നല്ലോണം എടുക്കാം. ഇപ്പം നമ്മൾ പൊട്ടറ്റോ എഗ്ഗ് മസാല റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കറിയൊക്കെ കുക്കായി നല്ലോണം തെളിഞ്ഞ് എണ്ണൊക്കെ മേലെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എഗ്ഗ് അവിടെ പുഴുങ്ങിയെടുത്തത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് പാത്രത്തിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളി എടുത്ത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കറിവേപ്പിലുണ്ട്, പിന്നെ പ്യൂർ നെയ്യുണ്ട്. ഈ നെയ്യിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനതൊന്ന് ഫ്രൈ ആക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കട്ടെ. ഇപ്പം നമ്മളെ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത ഉള്ളി ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഞാനിത് നെയ്യ് പ്യൂർ നെയ്യ് തന്നെ, എൻ്റെ ഇത് പ്യൂർ നെയ്യ് ഉള്ളത്, അതുകൊണ്ടാണ് നെയ്യ് എടുത്ത്. അപ്പോൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ടെ. 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അത് വെളിച്ചെണ്ണ ചെയ്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണ ലൈറ്റാണ് ഇപ്പം ഞാൻ പ്യൂർ നെയ്യിൽ റെഡിയാക്കിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചപ്പാത്തി ഉണ്ടാക്കട്ടെ. ഇപ്പം നമ്മൾ എഗ്ഗ് മസാലക്കറിയും
ഇതാ നല്ല കറി, നല്ല കട്ടിയുള്ള നല്ല കട്ടിയുള്ള ഗ്രേവി കറിയും നല്ല ചപ്പാത്തിയും ചുട്ടിട്ടുണ്ട്. അടിപൊളി ചപ്പാത്തിയുണ്ട്, നല്ല എഗ്ഗ് കറിയും. അത് എഗ്ഗ് മസാലയാണ്, ഒരു വെറൈറ്റിയാണ്, ടേസ്റ്റിയാണ്. വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. രാത്രിയായിട്ട് അത്താഴത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക. പിന്നെ റിച്ചൂസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കേണ്ടിട്ടോ. അപ്പോൾ ഈ പുതിയൊരു വീഡിയോ, പുതിയൊരു റെസിപ്പി ആയി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ, ഗുഡ് ബൈ.